വെൽക്കം ടു സ്റ്റൈൽ ഷെഫ്. ഞാൻ Gourika. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇതൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ രണ്ടാമത്തെ ഓണം വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ അവിടെ ലിങ്ക് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് വീഡിയോ ആണിത്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓണം സ്പെഷ്യൽ സദ്യക്കൊക്കെ കണ്ടുവരുന്ന ഒരു കറിയാണ്. കോമൺ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, എന്നാലും നല്ല ലൈറ്റാണ്. പൊട്ടറ്റോ മസാല. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പൊട്ടറ്റോ മസാല ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മളൊരു പാൻ എടുത്ത് സ്റ്റവിൽ പ്ലേസ് ചെയ്തിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാനിന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിക്കാം. ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ പുകയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും നമ്മൾ അതിൻ്റെ അകത്തോട്ടിടുക. ഇപ്പോൾ ഇതിൽ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചേക്കുന്ന 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം കുക്കായിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക്കിൻ്റെ ആ റോ സ്മെല്ല് കളറുമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യാൻ വെക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോവും. ഇപ്പോൾ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ പ്ലേസ് ചെയ്തിട്ട് ഉള്ളിയെല്ലാം കൂടെ ഒരു സൈഡിലോട്ടാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നു, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, ഉലുവ പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഈ പൊടികൾ മാത്രം ഒരു റോ സ്മെല്ല് മാറുന്ന വരെ. ഇപ്പോൾ ഇതിൻ്റെ റോ സ്മെല്ല് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഉള്ളിയായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യണം. ഒരു 2 മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊട്ടറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇനി പൊട്ടറ്റോ നല്ലോണം മസാലയായിട്ട് മിക്സ് ചെയ്യണം. ഇതൊന്ന് കവർ ചെയ്ത് വെക്കുന്ന രീതിയിലാക്കി അത് പെട്ടെന്ന് നല്ലോണം കുക്കായി വരും. ഇനി ഇത് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യാൻ കുറച്ച് നേരം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൊട്ടറ്റോ കുക്കായിട്ട് വരാനായിട്ടാണ്. ഇനി ഇത് വീണ്ടും ക്ലോസ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലോണം കുക്കായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി പൊട്ടറ്റോ ഒക്കെ സ്മാഷ് ആവുന്നുണ്ട്. ആൻഡ് നല്ല മസാല എല്ലാം നല്ലോണം പൊട്ടറ്റോയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ do hit the like button and please subscribe to our channel The Style Chef.